നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ടൗൺ ഹാളിൽ നടന്നു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ രമേഷ് ടി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭയുടെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. നമ്മളിവിടെ നഗരത്തിൽ ഈ ഓണത്തിന് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പച്ചക്കറിയെങ്കിലും ഉണ്ടാവണം എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സമയത്ത് തന്നെ നമ്മൾ നൽകുന്നത്. ഇത്തവണ ഓണം നേരത്തെയാണ് എങ്കിലും വിഷരഹിതമായ ഒരു പച്ചക്കറി നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി കൃത്യമായി പരിപോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി വിള കിട്ടുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിപാടിയായിട്ട് വച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് വേറെ പരിപാടികൾ കാരണം അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് അറിയാൻ കഴിയും. അത് കാരണം നമുക്ക് കൂടുതൽ തൈകളും ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു മുൻഗണന നമുക്ക് എന്തായാലും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലുള്ളതുപോലെ തന്നെ നമുക്ക് തവണ എല്ലാവർക്കും 10 തരത്തിലുള്ള പച്ചക്കറി തൈകളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും 2 എണ്ണം വെച്ചാണ് ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഒരു 10-20 എണ്ണമെങ്കിലും ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 20 തൈ നിങ്ങൾക്ക് സൗജന്യമായി നൽകും. പച്ചക്കറി വിത്ത് വന്നിട്ടില്ലേ പാക്കറ്റ്? പച്ചക്കറി വിത്തും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഒരു വീട്ടിലേക്ക് ആവശ്യമായി അത്യാവശ്യം, ഞാൻ നന്നായി കൃഷി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ എല്ലാവിധ പച്ചക്കറികളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നിർത്തി വെച്ചേക്കാണെന്നാലും അടുത്ത ആഴ്ച വീണ്ടും അത് നട്ട് തുടങ്ങാൻ. ഞാൻ മത്സ്യവും അതുപോലെ തന്നെ കരിമീൻ കൃഷി നടത്തുന്നുണ്ട്. ഞാൻ അക്വാപോണിക്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലൂടെ നടത്തുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റും. നമ്മൾ വെറുതെ പുറമേ പോയി ഒന്നും വാങ്ങണ്ട. അത് നമുക്ക് നന്നായി തന്നെ ചെയ്യും. നേരത്തെ കൃഷി ഓഫീസർ പറഞ്ഞാൽ എന്ത് സാധനവും നട്ടാൽ മുളയ്ക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഈ ഞാറ്റുവേല. ഇപ്പൊ ഈ മഴ തുടങ്ങുന്നത്. പണ്ടൊക്കെ ഭയങ്കര വിത്ത് വിതക്കലും വലിയ ഉത്സവമായിട്ടൊക്കെ നടക്കുന്നത്. ചിങ്ങോന്നിന് മുമ്പ് തന്നെ അതിന്റെ പരിപാടികളൊക്കെ വിത്തൊക്കെ മുളപ്പിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ്. അപ്പൊ നമുക്ക് എല്ലാവിധ കൃഷിയും നടത്താൻ പറ്റുന്ന പറ്റിയൊരു കാലാവസ്ഥയാണ്. കുരുമുളക് പോലും വെറുതെ ഒന്ന് ഒടിച്ചു നട്ട് കഴിഞ്ഞാൽ പിടിക്കുന്നതാണ് കൃഷി ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു സംസ്കാരം, കാർഷിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നല്ല ഹൈബ്രിഡ് തെങ്ങിൻ തൈ വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് വെറും 50 രൂപയ്ക്കാണ് നമ്മളത് നൽകുന്നത്. ബാക്കിയെല്ലാം സൗജന്യമായിട്ടാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ച് നമുക്ക് നല്ലൊരു കൃഷി രീതിയിലേക്ക് മാറണം. ഇതിനുശേഷം 2 ക്ലാസ് ഉണ്ട്. അതും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം പോവാൻ. കൃഷിയെ സംബന്ധിച്ചാൽ പച്ചക്കറി കൃഷി നടന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ക്ലാസ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പച്ചക്കറി തൈ വിതരണം ചെയ്ത് അതുകൊണ്ട് പുറത്ത് നമ്മൾ സ്റ്റോളൊക്കെ വെച്ചിട്ടുണ്ട്. വളങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. അത് നിങ്ങൾക്ക് മേടിക്കാനും അത് പരിചയപ്പെടാനുമായിട്ടുള്ള എല്ലാവിധ സംവിധാനവും നിങ്ങൾക്ക് കൃഷി വകുപ്പ് നടത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങളിൽ ഇത് നടത്തിയ നമ്മുടെ കൃഷി ഓഫീസറെ അടക്കം അവരുടെ കുറച്ച് ജീവനക്കാരുള്ളൂ. അദ്ദേഹത്തിന് 2 അടുത്താണ് ചാർജ്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ കാർഷിക സമിതി അംഗങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു. പക്ഷെ അത് ഇത്രയും ഭംഗിയായി തന്നെ നമുക്കത് എത്തിച്ച് നടത്താൻ സാധിച്ചു. അതുകൊണ്ട് അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കർഷക സമിതി അംഗങ്ങളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.